إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب قال الله تعالى وإذ نجيناكم من آل فرعون يصومونكم سوء العذاب يذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم الله سبحانه وتعالى തഖ്വ ചെയ്ത് സൂക്ഷിച്ച് അവൻ്റെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ മുൻഗണന നൽകി ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് ആദ്യമായി ഞാൻ എൻ്റെ നഫ്സിനോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവൻ്റെ കൽപ്പനകൾക്ക് ജീവിതത്തിൽ മുൻഗണന നൽകി അവൻ്റെ നിരോധനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ മാസമെന്ന് വിശേഷിപ്പിച്ച, പരിചയപ്പെടുത്തിയ മുഹറം മാസത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ മാസത്തിൻ്റെ മാഹാത്മ്യവും അതിൻ്റെ പവിത്രതയും മാനിച്ചുകൊണ്ട് തുടർന്നുള്ള നിമിഷങ്ങളും തുടർന്നുള്ള ദിവസങ്ങളും നാം കഴിച്ചു കൂട്ടണമെന്ന് ആദ്യമായി ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. മുഹറം മാസം എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ സമ്മാനിക്കുന്ന ഒരു മാസമാണ്. പ്രധാനമായും രണ്ട് സംഗതികളാണ് ഈ മാസത്തിൽ നാം സ്മരിക്കാറുള്ളത്, ചർച്ച ചെയ്യാറുള്ളത്, ഓർക്കാറുള്ളത്. ഒന്നാമത്തത് ഹിജറയാണ്. കാരണം ഹിജറ വർഷം ആരംഭിക്കുന്നത് മുഹറം മാസം കൊണ്ടായത് കൊണ്ട് തന്നെ ഒന്നാമതായി ഈ മാസത്തിൽ നാം ചർച്ച ചെയ്യുകയും സ്മരിക്കുകയും ഓർമ്മകൾ അയവിറക്കുകയൊക്കെ ചെയ്യുന്നത് ഹിജറയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ രണ്ടാമതായി ഈ മാസത്തിൽ നാം ഏറ്റവും കൂടുതൽ ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യാറുള്ളത് ബനൂ ഇസ്രായേല്യർക്ക് അല്ലാഹു നൽകിയ വിമോചനത്തെ സംബന്ധിച്ചാണ്, മോചനത്തെക്കുറിച്ചാണ്, രക്ഷയെ സംബന്ധിച്ചാണ്. കാലങ്ങളോളം ഫറോവയുടെ ഭരണത്തിന് കീഴിൽ അടിച്ചമർത്തലുകൾക്ക് വിധേയരായി
പീഡിതരായി ആ ഫറോവൻ ആധിപത്യത്തിന് കീഴിൽ ഞെരിഞ്ഞമർന്ന് ജീവിക്കേണ്ടി വന്ന ബനൂ ഇസ്രായേല്യർക്ക് മൂസ അലൈഹിസ്സലാമയുടെ കരങ്ങളിലൂടെ അള്ളാഹു വിജയം നൽകിയത്, രക്ഷ നൽകിയത് ഈ മാസത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ മുഹറമിലെ സന്ദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഈ ബനീ ഇസ്രായേല്യരുമായി ബന്ധപ്പെട്ട് അവർക്ക് അള്ളാഹു നൽകിയ വിമോചനവും മോചനവുമായി ബന്ധപ്പെട്ടാണ് ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിരവധി അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിച്ച ഒരു സമൂഹമായിരുന്നു ബനീ ഇസ്രായേല്യർ. അവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് നിരവധി എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയും, ഒരുപാട് എണ്ണം കഴിയും. അള്ളാഹു അവർക്ക് ആകാശത്ത് നിന്ന് ഭക്ഷണം ഇറക്കി കൊടുത്തു, മേഘങ്ങളിലൂടെ അവർക്ക് തണല് നൽകി, അവർക്ക് തുടരെ അവരിലേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ നിരവധി അനുഗ്രഹങ്ങൾ അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും വിശുദ്ധ ഖുർആൻ അതിൽ നിന്ന് എടുത്തു പറഞ്ഞ ഒരു അനുഗ്രഹം ഫറോവയുടെ കിരാത ഭരണത്തിൽ നിന്ന് അള്ളാഹു അവർക്ക് നൽകിയ രക്ഷയെക്കുറിച്ചാണ്. ആ അനുഗ്രഹത്തെ സംബന്ധിച്ചാണ് പലപ്പോഴും വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുക. സൂറ ഇബ്രാഹിമിൽ മൂസ അലൈഹിസ്സലാമയുടെ വാക്കുകളിലൂടെ തന്നെ അള്ളാഹു നമുക്കത് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. وَإِذْ قَالَ مُوسَى لِقَوْمِهِ اذْكُرُوا نِعْمَةَ اللَّهِ عَلَيْكُمْ. മൂസ അലൈഹിസ്സലാം തന്റെ സമൂഹത്തോട് പറഞ്ഞു, ഉസ്കുറു നിഅ്മതല്ലാഹി അലൈക്കും. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെ സംബന്ധിച്ച്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ നിഅമത്തിനെ നിങ്ങൾ ഓർക്കുകയും സ്മരിക്കുകയും അത് നിങ്ങൾ മറക്കാതിരിക്കുകയും ചെയ്യുക. ഏതാണ് ആ അനുഗ്രഹം, ഏതാണ് ആ നിഅമത്ത്? إذ أنجاكم من آل فرعون يصومونكم سوء العذاب. അള്ളാഹു നിങ്ങളെ ഫറോവയുടെയും അവന്റെ കിങ്കരന്മാരുടെയും അതിഹീനമായ ആക്രമണ മുറകളിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് രക്ഷ നൽകിയിരിക്കുന്നു. അതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട, നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഏറ്റവും വലിയ നിഅമത്ത്. يذبحون أبناءكم يقتلون أبناءكم ويستحيون نساءكم. ആ ഫറോവയുടെ സംഘങ്ങളും നിങ്ങളുടെ പിഞ്ചുമക്കളെ അറുകൊല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിന്ദ്യരായി നിങ്ങളുടെ സ്ത്രീകളെ ജീവിക്കാൻ അനുവദിച്ചിരുന്നു. വഫീ ദാലികും ബലാഉം മിർ റബ്ബികും അദീം. എന്നാൽ ആ ആയത്ത് അവസാനിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്കിതിൽ വലിയൊരു പരീക്ഷണമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. സമാനമായ ആയത്ത് സൂറ ബഖറയിലും കാണാം. അള്ളാഹു നേരിട്ട് ബനൂ ഇസ്രായേലിനെ അഭിസംബോധന ചെയ്തുകൊണ്ട്, ജൂതരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, വഇദ് നജ്ജൈനാകും മിൻ ആലി ഫിർഔൻ. നാം നിങ്ങളെ ഫിർഔനിന്റെ കൂട്ടരിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. അത് വലിയൊരു അനുഗ്രഹമായി, നിഅമത്തായി അവർ ഓർത്തിരിക്കേണ്ട അള്ളാഹുവിന്റെ നിഅമത്തായി അള്ളാഹു അവരോട് എടുത്തു പറയാണ്. ആ ആയത്തും അവസാനിക്കുന്നത് വഫീ ദാലികും ബലാഉം മിർ റബ്ബികും അദീം. തീർച്ചയായും അതിൽ അള്ളാഹുവിൽ നിന്നുള്ള വലിയ പരീക്ഷണം നിങ്ങൾക്ക് അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആയത്തും അവസാനിക്കുന്നത്. മുഫസ്സിരിങ്ങൾ ഈ ആയത്തിനെ സംബന്ധിച്ച്, ഈ വാക്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. വഫീ ദാലികും ബലാ, എന്താണ് ആ ബലാ, എന്താണ് ആ പരീക്ഷണം? ഫറോവയിൽ നിന്ന് അള്ളാഹു അവർക്ക് നൽകിയ മോചനവും രക്ഷയുമാണോ പരീക്ഷണം? അതല്ല, ആ ഫറോവയുടെ കീഴിൽ അവർ അനുഭവിച്ച പീഡനമാണോ പരീക്ഷണം? അവസാനം സൂക്ഷ്മത പാലിക്കുന്ന സൂക്ഷ്മജ്ഞാനികളായ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം അത് രണ്ടുമായിരുന്നു എന്നുള്ളതാണ്. ബനൂ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ നിന്ദിക്കപ്പെട്ടത്, പീഡിപ്പിക്കപ്പെട്ടത്, അടിച്ചമർത്തപ്പെട്ടത് അവർക്കൊരു പരീക്ഷണമായതുപോലെ തന്നെ അവർക്ക് അധികാരം നൽകിയത്, അവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞതും അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് നൽകിയ ഒരു പരീക്ഷണമായിരുന്നു. നമ്മൾ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, വിശ്വാസി സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, മുസ്ലിം ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് രൂപത്തിലുള്ള പരീക്ഷണവും മുസ്ലിം ലോകം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു ഭാഗത്ത് വിശ്വാസി സമൂഹം അറുകൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അവർ പട്ടിണി മൂലം മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് അവരുടെ അധികാരവും സൈനിക സജ്ജീകരണങ്ങളും അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളും വിപുലപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുന്നു, അത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ഒരുപോലെ വിശ്വാസികൾക്കുള്ള പരീക്ഷണമാണ്. അള്ളാഹു നൽകിയ അധികാരവും ആധിപത്യവും സമ്പത്തും അവൻ ഇച്ഛിക്കുന്ന, അവൻ ആഗ്രഹിക്കുന്ന, അവൻ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ വിനിയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ അത് നാശത്തിന്റെ ഹേതുവായിട്ട് മാറാൻ പോവുകയാണ് എന്നതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം. അള്ളാഹു ഒരിക്കലും ഒരാളെ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല അവർക്ക് അധികാരവും സമ്പത്തും നൽകുക.
അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ സമ്പത്ത് നൽകും, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ അധികാരം നൽകും, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ ആധിപത്യം നൽകും. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്ക്, താങ്കൾ പറയുക, അല്ലാഹുവേ, സർവാധിപത്യം എല്ലാ അധിപന്മാരുടെയും അധിപനായ അല്ലാഹുവേ, തുതിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നീ അധികാരം നൽകുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്ന ആളുകളിൽ നിന്ന് ആ അധികാരം നീ പിടിച്ചെടുക്കുന്നു, ഊരിയെടുക്കുന്നു. വതുഇസ്സു മൻ തശാ, നീ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നീ പ്രതാപവും ഔന്നിത്യവും ഇസ്സത്തും നൽകുന്നു. വതുസില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്ന ആളുകളെ നീ ഇകഴ്ത്തുകയും താഴ്ത്തുകയും നിന്ദിക്കുകയും ചെയ്യുന്നു. ബിയദികൽ ഖൈർ, എന്നാൽ എല്ലാ ഖൈറും നിന്റെ അടുക്കലാണ്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ കാര്യങ്ങൾക്കും നീ കഴിവുള്ളവനാണ്. നീ ഉദ്ദേശിക്കുന്ന ആളുകളെ ഉന്നതിയിലേക്ക് എത്തിക്കാനും നീ ഉദ്ദേശിക്കുന്ന ആളുകളെ താഴ്ത്തിക്കെട്ടാനും നിനക്ക് സാധിക്കും. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിന്നെ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് അധികാരം എന്നുള്ളതോ സമ്പത്ത് എന്നുള്ളതോ ആധിപത്യം എന്നുള്ളതോ നമ്മുടെ പരമമായ ലക്ഷ്യമല്ല. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും അവൻ ഒരുപക്ഷെ നൽകും. ഇബ്നു തൈമിയ റഹിമഹുല്ല, അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായ ഒരു വാക്കുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ചില സമയങ്ങളിൽ വിശ്വാസി സമൂഹത്തെ രക്ഷിക്കാൻ, വിശ്വാസി സമൂഹത്തിന് ഉയർത്തെഴുന്നേൽപ്പ് നൽകാൻ, അവരെ ശക്തിപ്പെടുത്താൻ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ ശത്രുക്കൾക്ക്, ളാലിമീങ്ങൾക്ക്, ഫാസിഖീങ്ങൾക്ക് ചിലപ്പോ ഭരണവും ശക്തിയും ആധിപത്യവും നൽകും എന്ന് ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. കാരണം ആ അർത്ഥത്തിൽ പരീക്ഷിക്കപ്പെടുമ്പോഴാണ്, ആ അർത്ഥത്തിൽ പ്രതിരോധത്തിലാകുമ്പോഴാണ് വിശ്വാസികളുടെ ഈമാൻ ദൃഢപ്പെടുക. അപ്പോഴാണ് അവരിൽ ഐക്യം രൂപപ്പെടുക. അപ്പോഴാണ് അള്ളാഹുവെ പറ്റി അവർ ഓർക്കുക. യഥേഷ്ടം അധികാരവും സമ്പത്തും കുമിഞ്ഞുകൂടുമ്പോ അള്ളാഹുവെ പറ്റിയുള്ള ചിന്ത അവർക്ക് മറന്നുപോകും. അവർ ദുർബലരായി മാറും, അവർ ഭൗതിക ഏച്ഛയുള്ളവരായിട്ട് മാറും, അവർ അശക്തരായിട്ട് മാറും. അവർ ഈ ഭൗതികമായ ജീവിതമാണ് ഏറ്റവും വലിയ പരമമായ ലക്ഷ്യം എന്ന രൂപത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും. അതിൽ നിന്ന് തടയിടാനാണ് അള്ളാഹു ചില സമയങ്ങളിൽ വിശ്വാസികളെ തട്ടി ഉണർത്താൻ, വിശ്വാസികൾക്ക് വീണ്ടും ശക്തി നൽകാനാണ് ചില സമയങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫാസിഖീങ്ങൾക്കും ളാലിമീങ്ങൾക്കും ശക്തി നൽകുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഇത് പറയുന്നത് മംഗോളിയൻ മുസ്ലിം രാഷ്ട്രങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു എന്നതും വളരെ ശ്രദ്ധേയമാണ്. അബ്ബാസി ഖിലാഫത്ത്, അബ്ബാസി ഭരണകൂടത്തെ നിഷ്കാസനം ചെയ്തുകൊണ്ട് 2 ലക്ഷം മുതൽ 10 ലക്ഷം വരെ വരുന്ന വിശ്വാസികളെ അറുകൊല ചെയ്തുകൊണ്ട് ഇസ്ലാമിന്റെ നാഗരികതയും സംസ്കാരവും എല്ലാം അടിച്ചു തകർത്ത് അത് കത്തിച്ചാമ്പലാക്കി മുന്നേറിക്കൊണ്ടിരുന്ന ഒരു സൈന്യമായിരുന്നു ചെങ്കിസ് ഖാന്റെ മംഗോളിയൻ സൈന്യം. ബഗ്ദാദ് അന്ന് എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായും സാംസ്കാരികമായും നാഗരികമായും അതിസമ്പന്നമായിരുന്ന അന്നത്തെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കേന്ദ്രമായിരുന്ന ബഗ്ദാദ് അവർ കത്തിച്ചാമ്പലാക്കി. അവിടെ ഉണ്ടായിരുന്ന ബൈത്തുൽ ഹിക്മ എന്നറിയപ്പെട്ട അന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ ലൈബ്രറി, അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പുസ്തക ശേഖരണങ്ങളും, അമൂല്യമായ പുസ്തക ശേഖരം, ലക്ഷക്കണക്കിന് വരുന്ന പുസ്തക ശേഖരണങ്ങൾ മുഴുവൻ, ഗ്രന്ഥങ്ങൾ മുഴുവൻ ടൈഗ്രീസ് നദിയിൽ അവർ ഒഴുക്കിക്കളഞ്ഞു. അത് കാരണം അതിൽ നിന്നുള്ള മഷി കലർന്നുകൊണ്ട് ആ നദിയുടെ നിറം പോലും കുറച്ചു സമയത്തേക്ക് കറുത്ത നിറമായി മാറി എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇത്രമാത്രം ഇസ്ലാമും അതിന്റെ നാഗരികതയും അതിന്റെ സംസ്കാരവും നിഷ്കാസനം ചെയ്യപ്പെടാൻ പോവുകയാണ് എന്ന പ്രതീതി സൃഷ്ടിക്കാൻ മംഗോളിയർക്ക് സാധിച്ചിരുന്നു. എന്നാൽ ചരിത്രം കുറച്ചുകൂടി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ നോക്കേണ്ടതുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ മംഗോളിയരിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ വീണ്ടും ശക്തിപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആ മംഗോളിയരുടെ അധപ്പതനത്തിന് ശേഷം, അവർ പരാജയപ്പെട്ടതിന് ശേഷം ഇന്നേ വരെ മുസ്ലിം ഭരണകൂടം അല്ലെങ്കിൽ മുസ്ലിം ലോകം, മുസ്ലിം ഇസ്ലാമിക ചരിത്രം കണ്ടിട്ടില്ലാത്ത, ഇസ്ലാമിക പൈതൃകത്തിന് പരിചയമില്ലാത്തത്ര വിസ്തീർണമായ, വിപുലമായ, ഏറ്റവും കാലം ഈട് നിന്ന, തലയുയർത്തി നിന്ന ഉസ്മാനി ഖിലാഫത്ത് ഉയർന്നു വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആ ഉസ്മാനി ഖിലാഫത്തിന് വെള്ളവും വളവുമായിട്ട് മാറിയത് യഥാർത്ഥത്തിൽ ഈ മംഗോളിയർ സൃഷ്ടിച്ചിരുന്ന പ്രതിസന്ധിയായിരുന്നു. അവർ സൃഷ്ടിച്ചിരുന്ന ഒരു പ്രതികൂലാവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഉസ്മാനികൾക്ക് വളരെ ശക്തരായി വളർന്നു വരാനുള്ള വളമായിട്ട് മാറിയത്. പറഞ്ഞു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സമയങ്ങളിൽ വിശ്വാസികളെ എന്നല്ല, അത് അള്ളാഹുവിന്റെ സുന്നത്താണ്. സുന്നത്തല്ലാഹി ഫിൽ ലദീന ഖലൂ മിൻ ഖബ്ൽ, കഴിഞ്ഞുപോയ സമൂഹങ്ങളിലൊക്കെയും അള്ളാഹു നടപ്പിലാക്കിയ ഒരു നടപടിക്രമമാണത്. അള്ളാഹു ഒരു സമൂഹത്തിന് ഉന്നതി ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ഉന്നമനം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ഒരു കൂട്ടരെ ശക്തിപ്പെടുത്തണമെന്ന് അള്ളാഹു നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവർ അടിച്ചമർത്തപ്പെടും, അവർ പരീക്ഷണങ്ങൾക്ക് വിധേയരാകും, അവർ പ്രതിരോധത്തിലാക്കപ്പെടും. അതിന്റെ ഒരു കേസ് സ്റ്റഡി എന്ന രൂപത്തിലാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലിയരുടെ ചരിത്രം നമുക്ക് സൂറ ഖസസിൽ വളരെ വിശദമായിട്ട് പഠിപ്പിച്ചു തരുന്നത്.
ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്, ഫിർഔൻ ഭൂമിയിൽ എല്ലാ അഹങ്കാരവും ഗർവവും കാണിച്ചുകൊണ്ട് തോന്നിവാസം കാണിച്ചു, താന്നോന്തിത്തരം കാണിച്ചു, തെമ്മാടിത്തരം കാണിച്ചു, ഇച്ഛിക്കുന്നതെല്ലാം നടപ്പിലാക്കി, ഇച്ഛിക്കുന്ന നിയമങ്ങളെല്ലാം നടപ്പിലാക്കി. അവിടെ നീതി എന്തെന്നോ അക്രമം എന്തെന്നോ ക്രമം എന്തെന്നോ നോക്കാൻ ഫിറഔന് കൂട്ടാക്കിയില്ല. ഇന്ന ഫിറഔന അലാ ഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയഅ യസ്തദൈഫു ത്വായിഫത മിൻഹും യുസബ്ബിഹു അബ്നാഅഹും വയസ്തഹ്യി നിസാഅഹും. എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ, എന്തൊക്കെ ക്രൂരതകൾ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ, അതെല്ലാം ഫിറഔൻ ചെയ്തു കൂട്ടി. എന്നാൽ തൊട്ട ഉടനെയുള്ള ആയത്തിൽ അതിന്റെ മറ്റൊരു പൊരുൾ അല്ലാഹു നമുക്ക് വിവരിച്ചു നൽകുകയാണ്. അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അവിടെ ആ ചരിത്രം അവസാനിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഫിറഔനെ ഈ രൂപത്തിൽ അഴിഞ്ഞാടാൻ അല്ലാഹു അനുവദിച്ചത്? വനുരീദു അൻ നമുന്ന അലല്ലദീന സ്തുദഇഫൂ ഫിൽ അർദ്. കാലങ്ങളായി അവിടെ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരുന്ന, കാലങ്ങളായി ദുരിതമനുഭവിച്ചുകൊണ്ടിരുന്ന, കാലങ്ങളായി വേദന പേറി ജീവിച്ചുകൊണ്ടിരുന്ന ആ ബനൂ ഇസ്രായേലർ ഇനി അങ്ങനെ ജീവിക്കരുത്. ഇനി അവർക്ക് രക്ഷ വേണം, ഇനി അവർക്ക് എന്റെ അനുഗ്രഹം ലഭിക്കണം, ഇനി അവർ ജേതാക്കളും നേതാക്കളും ആകണം. വനജഅലഹും അഇമ്മ, അവരെ ജേതാക്കളാക്കണം, നേതാക്കളാക്കണം എന്ന് അല്ലാഹു നിശ്ചയിച്ചതോടുകൂടി ഫിറഔനെ അഴിഞ്ഞാടാനാണ് അല്ലാഹു അനുവദിച്ചത്. കാരണം അങ്ങനെയാണ് അല്ലാഹുവിന്റെ സുന്നത്ത്. വനജഅലഹുമുൽ വാരിസീൻ, എങ്കിൽ മാത്രമേ ആ ഫറോവയുടെ പിന്മുറക്കാരായിട്ട്, ആ ആധിപത്യത്തിന്റെ പിന്മുറക്കാരായിട്ട് ബനൂ ഇസ്രായേലിലേക്ക് മാറാൻ കഴിയുള്ളൂ. വനുമക്കിന ലഹും ഫിൽ അർദ്, അങ്ങനെ ആ ഭൂമിയിൽ അവർക്ക് ആധിപത്യം നൽകാൻ, അടിച്ചമർത്തപ്പെട്ട ആ കൂട്ടർക്ക് ആധിപത്യം നൽകാൻ അല്ലാഹു ഉദ്ദേശിച്ചു. ആ ഉദ്ദേശം പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ, പൂർത്തീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ആ ഫിറഔൻ അവിടെ ആ രൂപത്തിൽ അഴിഞ്ഞാടണമെന്നുണ്ടായിരുന്നു. അതാണ് അല്ലാഹുവിന്റെ സുന്നത്ത്. ഈ ചരിത്രത്തിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഈ ഒരു വാഗ്ദാനം നിലനിൽക്കുമ്പോഴും ആ ഒരു വേദന സഹിക്കാൻ കഴിയാതെ, പ്രതിസന്ധി സഹിക്കാൻ കഴിയാതെ മൂസ അലൈഹിസ്സലാമയും സമൂഹവും അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. റബ്ബന ലാ തജഅൽനാ ഫിത്നതൻ ലിൽ ഖൗമി ളാലിമീൻ. ഈ ളാലിമീങ്ങളായ ആളുകൾക്ക് ഒരു ഫിത്നയായി, അവരുടെ പരീക്ഷണങ്ങൾ ഇനിയും അനുഭവിക്കാൻ നീ ഞങ്ങളെ ഇവിടെ ബാക്കിയാക്കരുത്, ഞങ്ങൾക്ക് നീ രക്ഷ നൽകണം. റബ്ബന വനജ്ജിനാ ബിറഹ്മതിക മിനൽ ഖൗമിൽ കാഫിരീൻ. ഈ കൂട്ടരിൽ നിന്ന് നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് രക്ഷ നൽകണം. ആ സമയത്ത് അല്ലാഹു അവർക്ക് കൊടുക്കുന്ന മറുപടി വഔഹൈനാ ഇലാ മൂസ വഅഖീഹി അൻ തബവ്വഅ ലിഖൗമികുമാ ബിമിസ്ര ബുയൂത വജഅലൂ ബുയൂതകും ഖിബ്ലതൻ വഅഖീമുസ് സ്വലാഹ വബശ്ശിരിൽ മുഅ്മിനീൻ. മൂസ അലൈഹിസ്സലാമയോടും അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്ന ഹാറൂനോടും അല്ലാഹു കൽപ്പിക്കുകയാണ്, നിങ്ങൾ ഇവർക്ക് പ്രത്യേകമായി, ബനൂ ഇസ്രായേലിയർക്ക് പ്രത്യേകമായി ചില ഭവനങ്ങൾ തയ്യാറാക്കുക, അവരെ സംഘടിപ്പിച്ച് ഒരു സ്ഥലത്ത് താമസിപ്പിക്കുക, അവിടെ ആരാധനാ കർമ്മങ്ങളിലായി മുഴുകാൻ അവരോട് പറയുക. വബശ്ശിരിൽ മുഅ്മിനീൻ, എന്നിട്ട് മുഅ്മിനീങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക. ഇനി ഭയക്കാനുള്ള സമയമല്ല. കാരണം പ്രയാസം, ഈ പരീക്ഷണം സഹിക്കാൻ കഴിയാത്ത, അസഹ്യമായി മാറിക്കഴിഞ്ഞാൽ അതിനർത്ഥം വിജയം ആസന്നമായിരിക്കുന്നു എന്നുള്ളതാണ്, വിജയം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് വബശ്ശിരിൽ മുഅ്മിനീൻ, എന്നെ വിശ്വാസികൾക്ക് താങ്കൾ സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ടിരിക്കുക എന്ന് മൂസ അലൈഹിസ്സലാമക്ക് അല്ലാഹു കൽപ്പന നൽകുകയാണ്. അപ്പോഴും ആശ്ചര്യപ്പെട്ടുകൊണ്ട് മൂസ അലൈഹിസ്സലാം തിരിച്ചു ചോദിക്കുന്നുണ്ട്, വഖാല മൂസ റബ്ബനാ ഇന്നക ആതൈത ഫിർഔന വമലഅഹു സീനതൻ വഅംവാലൻ ഫിൽ ഹയാത്തി ദുനിയ. അല്ലാഹുവേ, ഇപ്പോഴും ഫിർഔനിന് തന്നെയാണല്ലോ ഈ ലോകത്തുള്ള സർവ്വ സൈനിക സജ്ജീകരണങ്ങളും സർവ്വ സമ്പത്തും ആർത്തത്തിലുള്ള സർവ്വ സീനത്തും അലങ്കാരങ്ങളും നീ നൽകിയിരിക്കുന്നത്. ഇപ്പോഴും ഞങ്ങൾക്കൊന്നും ലഭിച്ചിട്ടില്ലല്ലോ, ഇപ്പോഴും ഫിർഔനിന്റെ പക്കൽ തന്നെയാണല്ലോ അതുള്ളത് എന്ന ഒരു ആശങ്ക മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴും അള്ളാഹു കൊടുക്കുന്ന മറുപടി, ഖാല ഖദ് ഉജീബത് ദഅവതുകുമാ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കിതാ അള്ളാഹു മറുപടി നൽകിയിരിക്കുന്നു. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഫസ്തഖീമാ, അടിയുറച്ചു നിൽക്കുക, ഇസ്തിഖാമത്തോടുകൂടി നിങ്ങളുടെ കാലുകൾ ഇടരാതെ അവിടെ പിടിച്ചു നിൽക്കുക. വലാ തത്തബിഅനി സബീലല്ലദീന ലാ യഅലമൂൻ, സാമൂഹിക സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് അറിവില്ലാത്ത ആളുകളെ പിൻപറ്റുന്നവരായി, അവരിലേക്ക് ചായ്വുള്ളവരായി നിങ്ങൾ മാറരുത്. ഈ പ്രതിസന്ധി സഹിക്കാൻ കഴിയാതെ മറുപക്ഷത്തേക്ക് നിങ്ങൾ ചാഞ്ഞു പോകരുത്, നിങ്ങൾ ഉറച്ചു നിൽക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് രക്ഷ ലഭിക്കുമെന്ന് അള്ളാഹു അവർക്ക് സന്തോഷവാർത്ത അറിയിക്കാണ്. വീണ്ടും അള്ളാഹുവിന്റെ ആ വാഗ്ദാനം പിന്നീട് പുലരുന്നത് നമുക്ക് കാണാൻ കഴിയും. മൂസ അലൈഹിസ്സലാം ഏത് കാര്യത്തെ ആസ്പദിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ ആ വാഗ്ദാനത്തിൽ വിശ്വസിച്ചത്? അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വടി കൊണ്ടാണ് അള്ളാഹു ആ സർവ സജ്ജമായ ആ വലിയൊരു സൈന്യത്തെ, ഭീമാകാരമായ സൈന്യത്തെ, ആ സൈനിക സന്നാഹങ്ങളെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞത്. മൂസ അലൈഹിസ്സലാമിന്റെ ഒരു വടി കൊണ്ടാണ് അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞത്. കാരണം മൂസ അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തവക്കുൽ ചെയ്തിരുന്നത്, അദ്ദേഹം വിശ്വാസം അർപ്പിച്ചിരുന്നത് ഒരിക്കലും ആ വടിയിലായിരുന്നില്ല,
ഏതെങ്കിലും സൈനിക കോപ്പുകളിലായിരുന്നില്ല, ഏതെങ്കിലും ആയുധങ്ങളിലായിരുന്നില്ല, ഏതെങ്കിലും ആധിപത്യത്തിലോ ഭരണത്തിലോ ആയിരുന്നില്ല മൂസ അലൈഹിസ്സലാം തവക്കുൽ ചെയ്തത്, അദ്ദേഹം വിശ്വാസം അർപ്പിച്ചത്. മറിച്ച് മൂസ അലൈഹിസ്സലാം വിശ്വാസം അർപ്പിച്ചത്, തവക്കുൽ ചെയ്തത്, ഭരമേൽപ്പിച്ചത് അള്ളാഹുവിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന ഫീ ദാലിക ലആയ ഫലമ്മ തറാഅൽ ജമഅനി ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. സർവ സൈനിക സജ്ജീകരണങ്ങളോടും കൂടി ഫിറഔന്റെ സൈന്യം തൊട്ടു മുന്നിലേക്ക് എത്തിയപ്പോഴേ പലകുറി നാം ഈ ആയത്ത് ഇവിടെ ആവർത്തിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇന്നാ ലമുദ്റകൂൻ, ഞങ്ങളിതാ പിടിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ സമയത്ത് മൂസ അലൈഹിസ്സലാമിന്റെ നാവിൽ നിന്ന് വരുന്ന തവക്കുലിന്റെ പ്രഖ്യാപനമുണ്ട്. അദ്ദേഹത്തിന്റെ ആ വിശ്വാസദാർഢ്യത്തിന്റെ ഒരു പ്രകടനമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. ഇപ്പൊ നിങ്ങൾക്ക് കാണാനൊന്നും ഇവിടെ ഇല്ലെങ്കിലും എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, ആ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും എന്ന് ഉറക്കെ ആ തവക്കുലിന്റെ പ്രഖ്യാപനം മൂസ അലൈഹിസ്സലാം പ്രഖ്യാപിച്ചപ്പോഴാണ് ഒരു മാർഗം അല്ലാഹു അവർക്ക് തുറന്നു കൊടുത്തത്. ഫഔഹൈനാ ഇലാ മൂസ അനദ്രിബ് ബിഅസാകൽ ബഹർ, നിന്റെ ആ വടി കൊണ്ട് ആ കടലിനെ അടിക്കുക എന്ന് അല്ലാഹു അപ്പോഴാണ് മൂസ അലൈഹിസ്സലാമുക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തവക്കുൽ നമ്മളിൽ നിന്ന് പ്രകടമാകേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായങ്ങൾക്ക്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ അർഹരായിട്ട് മാറുക. സമാനമായ ഉദാഹരണം ഈ ഹിജറയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. സൂറ തൗബയിൽ അള്ളാഹു നമുക്ക് അത് വിവരിച്ചു നൽകുന്നുണ്ട്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ്, ആരും സഹായിക്കാനില്ലാത്തപ്പോഴും റസൂലിനെ അള്ളാഹു സഹായിച്ചിട്ടുണ്ട്. ഇസ് അഖ്റജഹു അല്ലദീന കഫറൂ സാനിയ ഇസ്നൈൻ ഇസ് ഹുമാ ഫിൽ ഗാരി ഇസ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹും ഹിജറയുടെ വേളയിൽ എല്ലാ ഒരുക്കങ്ങളും റസൂൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെ സൗർ ഗുഹയിൽ കുറച്ചു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങുന്നുണ്ട്, പാർക്കുന്നുണ്ട്. ആ സമയത്ത് ശത്രുക്കൾ അവരെ പിടികൂടാൻ ഊരിപ്പിടിച്ച വാളുകളുമായിട്ട് അതിന് തൊട്ട് മുമ്പിലെത്തുന്നുണ്ട്. അവർക്ക് ആ ശത്രുക്കളുടെ കാലുകൾ കാണാമായിരുന്നു. ഒന്ന് താഴേക്ക് നോക്കിയിരുന്നെങ്കിൽ അവർക്ക് കാണുമായിരുന്നു. ആ സമയത്ത് പേടിച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോഴേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അബൂബക്കറിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ആ വാക്കാണ് സൂറത്ത് തൗബയിൽ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നീ സങ്കടപ്പെടരുത്, വിഷമിക്കരുത്, അല്ലാഹു ഞങ്ങളുടെ കൂടെയുണ്ട്. കാരണം റസൂൽ ഭരമേൽപ്പിച്ചത് റസൂലിന്റെ ആ ഒരുക്കങ്ങളിലായിരുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തവക്കുൽ ചെയ്തിരുന്നത് ആ അല്ലാഹു ായിരുന്നു. മൂസ അലൈഹി ഇസ്ലാമയുടെ ചരിത്രം പറഞ്ഞതിന് ശേഷം ഇന്ന ഫീ ദാലിക ലആയ, അതിൽ ദൃഷ്ടാന്തവും മാതൃകയും പാഠവും നമുക്കുണ്ട് എന്ന് പറഞ്ഞത്. ഏത് പാഠമാണ് അതിൽ നമുക്ക് ഉൾക്കൊള്ളാനുള്ളത്? അത് അസ്ബാബുകൾക്കപ്പുറത്തുള്ള ഒരു ലോകത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാര്യകാരണങ്ങൾക്കപ്പുറത്തുള്ള മുസബ്ബിബുൽ അസ്ബാബായ കാര്യകാരണങ്ങളുടെ സൃഷ്ടാവായ ആ റബ്ബിനെ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ആ റബ്ബിൽ തവക്കുൽ ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഇന്ന് കാര്യകാരണങ്ങളുടെ പിന്നാലെ പോയി അതിലൂടെ മാത്രമേ കാര്യങ്ങൾ സാധിക്കുകയുള്ളൂ എന്ന രൂപത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. ഹിജറയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരുന്നു. പക്ഷേ ആ ഒരുക്കങ്ങളിലായിരുന്നില്ല റസൂൽ തവക്കുൽ ചെയ്തത്. റസൂൽ തവക്കുൽ ചെയ്തത്, റസൂൽ ഭരമേൽപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ ഭരമേൽപ്പിച്ചത് അല്ലാഹുവിലായിരുന്നു. അല്ലാഹു നിഅ്മൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅ്മൽ വകീൽ. ഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉന്നതൻ, ഏറ്റവും യോഗ്യൻ അല്ലാഹുവാണ് എന്ന വിശ്വാസം നമ്മളിൽ രൂഢമൂലമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈമാനുള്ളവരായിട്ട് മാറുക. അപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായങ്ങൾക്ക് നമ്മൾ അർഹരായിട്ട് മാറുക. ഈ ആയത്ത് പറഞ്ഞ ഉടനെ അള്ളാഹു പറയാണ്, ഈ ഒരു തവക്കുലിന്റെ വാക്ക് റസൂലിൽ നിന്ന് വന്നപ്പോഴേ ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി, അപ്പോഴാണ് ആ സമാധാനം, ആ സക്കീനത്ത് അള്ളാഹു അവർക്ക് വർഷിച്ചു കൊടുത്തത്. വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹ, ആ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം അവരിൽ നിന്ന് അള്ളാഹു കണ്ടപ്പോഴാണ് അയ്യദഹു ബിജുനൂദിൻ ലം തറൗഹ, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത സൈന്യങ്ങളെ കൊണ്ട് അള്ളാഹു അവർക്ക് ശക്തി നൽകിയത്. അപ്പൊ അള്ളാഹു നമ്മളിൽ ഇത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ തവക്കുൽ നമ്മുടെ ജീവിതത്തിൽ കാണാൻ, അള്ളാഹുവിലുള്ള ആ ദൃഢമായ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുന്നത് കാണാൻ അള്ളാഹു ആഗ്രഹിക്കുന്നുണ്ട്, അള്ളാഹു താല്പര്യപ്പെടുന്നു. അതിനുവേണ്ടിയാണ് ഈ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്നത്. അപ്പോ ആ മുത്തവക്കിലിങ്ങളായിട്ട് മാറാൻ നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ ആ റബ്ബിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. തൊട്ടുടനെയുള്ള ആയത്തിൽ തൗബയിൽ ഇതേപ്പറ്റി പറഞ്ഞ തൊട്ടുടനെ അള്ളാഹു പറയുന്നത് ഇൻഫിറു ഖിഫാഫൻ വസിഖാല വജാഹിദു ബിഅംവാലികും വഅൻഫുസികും ഫീ സബീല. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാകട്ടെ, സൗകര്യമില്ലാതിരിക്കട്ടെ, നിങ്ങൾക്ക് കഴിവുണ്ടാകട്ടെ, കഴിവില്ലാതിരിക്കട്ടെ. ഇൻഫിറു ഖിഫാഫൻ വസിഖാല വജാഹിദു ബിഅംവാലികും വഅൻഫുസികും ഫീ സബീല. അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ദേഹം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ സമ്പത്ത് കൊണ്ടും നിങ്ങൾ ജിഹാദ് ചെയ്യാൻ തയ്യാറാകണം, പുറപ്പെടാൻ തയ്യാറാകണം, ധർമ്മസമരത്തിൽ ഏർപ്പെടാൻ നിങ്ങൾ തയ്യാറാകേണ്ടതുണ്ട്. അപ്പോഴാണ് നിങ്ങളിൽ തവക്കുൽ
തവക്കുലുണ്ടോ ഇല്ല നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. തൊട്ടുടനെയുള്ള ആയത്തിൽ മുനാഫിഖീങ്ങളുടെയും ആ അർത്ഥത്തിലുള്ള ദുർബല വിശ്വാസികളുടെ മനോഭാവവും അള്ളാഹു നമുക്ക് വിവരിച്ചു നൽകുന്നുണ്ട്. ഈ ഒരു കൽപ്പന വരുമ്പോൾ അവര് ആഗ്രഹിക്കും അത് ചെറിയൊരു യാത്രയായിരുന്നെങ്കിൽ, അവരുടെ കച്ചവടത്തെ ബാധിക്കാത്ത യാത്രയായിരുന്നെങ്കിൽ, അവരുടെ ദേഹത്തിന് പൊടിപറ്റാത്ത യാത്രയാണെങ്കിൽ, ക്ലേശം നിറഞ്ഞ യാത്രയല്ലായിരുന്നുവെങ്കിൽ അവർ താങ്കളെ പിൻപറ്റുമായിരുന്നു. പക്ഷെ ഈ പ്രയാസം കണ്ടപ്പോൾ, കുറെ ക്ലേശകരമായ യാത്രക്കാണ് ഞങ്ങൾ പുറപ്പെടേണ്ടത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ പിന്നോട്ട് മാറി നിൽക്കുകയാണ്. ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങളുടെ കച്ചവടത്തിന് പ്രഹരമേൽക്കും എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ പിന്നോട്ടടിച്ചു. എന്നിട്ട് അവർ പറയൂ, അവർ അള്ളാഹുവിന്റെ റസൂലിനോട് സത്യം ചെയ്ത് പറയും, അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്ത് പറയും, ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരുമായിരുന്നു. അള്ളാഹു പറയാണ്, വല്ലാഹു യഅലമു ഇന്നഹും ലകാസിബൂൻ, അവർ കളവ് പറയാണ് എന്ന് അള്ളാഹു സാക്ഷിയാണ്. അള്ളാഹു അതിന് സാക്ഷ്യം വഹിക്കണം. അവർ കളവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ, ഈയിടെ ഫിലസ്തീനുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെയും അതിന്റെ ഒരു ഡിജിറ്റൽ പോരാളികളാണ്. ഫിലസ്തീനു വേണ്ടി ഡിജിറ്റലായിട്ട് ആ അർത്ഥത്തിൽ മുദ്രാവാക്യം വിളിക്കുകയും അതിനുവേണ്ടി നമ്മൾ ആവേശപൂർവ്വം കൈയടിക്കുകയും ചെയ്യുന്നുണ്ട്. ആയിടെ ഒരു രാഷ്ട്രം ആ ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ അതിശക്തമായ പ്രഹരം ഏൽപ്പിച്ചപ്പോൾ വിശ്വാസികൾ എന്ന നിലക്ക് സ്വാഭാവികമായി നമ്മളൊക്കെ ഏറെ സന്തോഷിച്ചു. ആവേശപൂർവ്വം നമ്മൾ ആ വാർത്തകളൊക്കെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരുന്നു. ആ ഇടക്കാണ് പെട്ടെന്ന് നമ്മളൊക്കെയും നമ്മുടെ പോറ്റമ്മയെന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന ചില രാജ്യങ്ങളുടെ മുകളിലൂടെ ചില മിസൈലുകൾ പോയത്. ആ സമയത്തേക്ക് അതുവരെ കൈയടിച്ചുകൊണ്ടിരുന്ന ആളുകൾ, അതുവരെ ആവേശപൂർവ്വം ഇതിലൊക്കെ ഇടപെട്ടുകൊണ്ടിരുന്ന ആളുകളുടെ മുഖം വിവരണമായി നമ്മൾ കണ്ടു. അപ്പോഴേക്ക് അവരൊന്ന് സ്തംഭിച്ചു പോയി. അപ്പോഴേക്ക് ഇനി ഈ യുദ്ധം ആവശ്യമുണ്ടോ എന്ന രൂപത്തിലുള്ള ചർച്ചകളൊക്കെ അവർ കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോഴേക്ക് ആവേശപൂർവ്വം കൈയടിച്ചുകൊണ്ടിരുന്ന ഈ പല ആളുകളും സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളുടെ പരിവേശമണിയിൽ നമ്മൾ കണ്ടു. നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴാണ് അവർക്ക്, എന്തുകൊണ്ടാണ് ആ ഒരു മനംമാറ്റം അവർക്ക് ഉണ്ടായത്? ഇവിടെ ആ രാഷ്ട്രം സ്വീകരിച്ച അതിന്റെ നയനിലപാടുകളോ അതിന്റെ ശരിതെറ്റുകളോ തെറ്റി പറയാനല്ല, മറിച്ച് നമ്മുടെ മനോഭാവത്തെ പറ്റി നമ്മൾ പഠിക്കാനാണ് ഈ ഒരു ഉദാഹരണം ഇവിടെ പറയുന്നത്. നമ്മുടെ കഞ്ഞിയിൽ പാറ്റ വീഴും എന്ന് കണ്ടപ്പോഴേ, നമ്മുടെ സാമ്പത്തിക സ്രോതസ്സുകൾക്ക് കോട്ടം തട്ടുമെന്ന് കണ്ടപ്പോഴേ, അങ്ങനെയുള്ള ഒരു ഫലസ്തീൻ വിമോചനം നമുക്ക് ആവശ്യമില്ല എന്ന് പറയാതെ നമ്മൾ പറയാൻ ശ്രമിച്ചു. അങ്ങനെ നമ്മുടെ ദേഹത്ത് തട്ടിക്കൊണ്ടുള്ള, നമ്മുടെ ദേഹത്ത് മുറിവ് പറ്റിക്കൊണ്ടുള്ള ഒരു ഫലസ്തീൻ വിമോചനമൊന്നും നമുക്ക് ആവശ്യമില്ല. സേഫ് സോണിൽ ഇരുന്നു കൊണ്ടുള്ള ഒരു ഫലസ്തീൻ മോചിക്കപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ മോചിക്കപ്പെടട്ടെ എന്നതായിരുന്നു നമ്മുടെ മനോഭാവം. ഇവിടെയാണ് യഥാർത്ഥ ഈമാനും യഥാർത്ഥ തവക്കുലുമുള്ള ആളുകളും കപട വിശ്വാസികളുടെയും ദുർബല വിശ്വാസികളുടെയും അള്ളാഹു നമുക്ക് വിവരിച്ച് നൽകുന്ന അവരുടെ ഉപമകളും നമ്മൾ നമ്മുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കേണ്ടത്, ചേർത്ത് വെക്കേണ്ടത്. എന്തുകൊണ്ട് നമ്മൾ ഈ അർത്ഥത്തിൽ നമ്മുടെ മനോഭാവം, നമ്മുടെ ഈമാൻ ക്വാളിറ്റി ഇല്ലാത്തതായിട്ട് മാറുന്നു എന്നതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായി വിശദീകരണം നൽകിയിട്ടുണ്ട്. സൗബാൻ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൂഷികുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅൽ അകലതു ഇലാ ഖസാതിഹാ. വിശന്നൊട്ടിയ ആളുകൾ, വിശന്നൊട്ടിയ വയറുമായി ചില ആളുകൾ ഭക്ഷണത്തളികളിൽ തളിക കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കോ അതിലേക്ക് അവരുടെ കൈകൾ കൊണ്ടുപോവുക, ആ രൂപത്തിൽ എല്ലാ സമൂഹങ്ങളും, ചുറ്റുഭാഗത്തുമുള്ള സമൂഹങ്ങൾ വിശ്വാസികൾക്കെതിരിൽ, മുസ്ലിം ഉമ്മത്തിനെതിരിൽ അക്രമങ്ങൾ അഴിച്ചുവിടും, അവരെ പിച്ചു ചീന്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോഴേ ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, ഒമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ, അന്ന് ഞങ്ങൾക്ക് ആൾബലമില്ലാത്തത് കൊണ്ടാണോ, അന്ന് ഞങ്ങൾക്ക് സൈനിക സജ്ജീകരണങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ, അന്ന് ഞങ്ങൾ ദുർബലരായിരുന്നത് കൊണ്ടാണോ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, ബൽ അൻതും യൗമഇദിൻ കസീർ, അന്ന് നിങ്ങൾ ഒരുപാട് ആളുകൾ ഉണ്ടാവും, പക്ഷേ ഒരു അർത്ഥത്തിലെ വിലയുമില്ലാത്ത ചവറുകളെ പോലെയായിരിക്കും നിങ്ങൾ. നിങ്ങളെ സംബന്ധിച്ച ഗാംഭീര്യവും നിങ്ങളെ സംബന്ധിച്ച ഭയവുമെല്ലാം ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് അള്ളാഹു ഊരിയെടുത്ത് കളയും. എന്നിട്ട് അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വഹനിട്ട് തരും, നിന്ദ്യതയും അപകർഷതയും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇട്ട് തരും. അപ്പോ ഒരാൾ ചോദിച്ചു, വമൽ വഹ്നി യാ റസൂലല്ലാഹ്, എന്താണ് വഹ്ന് എന്ന് പറഞ്ഞാൽ? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു, ഹുബ്ബുദ് ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള അടങ്ങാത്ത സ്നേഹവും മരണത്തെ സംബന്ധിച്ച ഭയവുമാണ് ഈ രൂപത്തിൽ നിങ്ങളെ നിന്ദ്യരായിട്ടും ഈ അർത്ഥത്തിൽ നിങ്ങളെ വിലയില്ലാത്തവരായിട്ട് മാറ്റുക. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി ഓരോരുത്തർ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും മുൻഗണന കൊടുക്കുന്നത് സമ്പത്തിനാണ്. നമ്മൾ ഏറ്റവും ഭയക്കുന്നത് എന്തിനാണ്? മരണത്തെയാണ്. മരിക്കാതെ ഒരുപാട് കാലം അത് സമ്പന്നരായി ജീവിക്കാൻ സാധിച്ചാൽ അതാണ് ഈ
ലോകത്തെ ഏറ്റവും വലിയ വിജയം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ദാലിക ഹുവൽ ഫൗസുൽ അദീം, അതാണ് ഏറ്റവും പരമമായ വിജയം എന്നാണ് നാം മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്ന കാലത്തോളം നമ്മൾ സില്ലത്തിലായിരിക്കും. ആ സില്ലത്തിൽ നമ്മളെ പുറത്തെടുക്കാനുള്ള ചില അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളാണ് ഈ രൂപത്തിലുള്ള പരീക്ഷണങ്ങളും പ്രതിസന്ധികളും. ആ രൂപത്തിൽ ആ പരീക്ഷണങ്ങളിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കേണ്ടതിന് സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിൽ അവർ തവക്കുലുള്ളവരായതുകൊണ്ടാണ്, അള്ളാഹുവിനെ അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ രൂപത്തിൽ അവർക്ക് മുതവക്കിലീങ്ങളായിട്ട് മാറാൻ അവർ കഴിഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിനെ തിരിച്ചറിയാനും പടച്ചവന്റെ കഴിവുകളെ മനസ്സിലാക്കിക്കൊണ്ട് ആ അള്ളാഹുവിൽ കാര്യങ്ങൾ ബരമേൽപ്പിക്കുവാനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ കാലുകൾ അടിയുറച്ച് ദീനിന്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കാൻ അള്ളാഹു നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.